അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിന്ന് ഷവർമ്മയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നല്ല രുചികരമായ നല്ല ടേസ്റ്റുള്ള ഒരു ഷവർമ്മയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഷവർമ്മ ഉണ്ടാക്കുന്നത് എന്ന് പറയാം. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. 250 ഗ്രാം മൈദയാണിത് കേട്ടോ. ഈ കപ്പിന് ഒരു കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടാണ് നമ്മൾ ഷവർമ്മ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ ഫ്രഷായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. പിന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എത്ര ഷവർമ്മ വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പൊടിയെടുക്കണം, മാവുണ്ടാക്കണം, ദോശ ചുടണം. ഞാനിപ്പോൾ 5 ഷവർമ്മയാണ്, ഞങ്ങൾ 5 പേരാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മുട്ടയിട്ട് കൊടുത്തു, മൈദമാവ് ഒരു കപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. ഉപ്പ്, വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിത് അടിച്ചെടുക്കണേ. ഒരു കപ്പ് വെള്ളം ഞാൻ അതിനൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പൊടിയിലേക്ക് കപ്പ് വെള്ളം വേണ്ടി വരും കേട്ടോ. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 1/4 കപ്പ് തന്നെ വേണ്ട കേട്ടോ. അതിലേറെ കുറച്ചുകൊണ്ട് നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് മാവ് നല്ല കട്ടിയുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടിച്ചെടുക്കാവുന്നതാണ്. ഈ മാവിൻ്റെ കട്ടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ദോശമാവിൻ്റെ അത്ര തന്നെ കട്ടി ഉണ്ടാവില്ല, എന്നാൽ അതിലേറെ ഒരു എന്താ പറയുക, നമ്മൾ ചീയപ്പൊക്കെ ചൂടുള്ളൂ അതിലേറെ കുറച്ചും കൂടി കട്ടിയും വേണം കേട്ടോ. അങ്ങനെയുള്ളൊരു മാവായിരിക്കും ഇത്. ലൂസ് മാവ് തന്നെയാണ്, എന്നാൽ കുറച്ച് കട്ടിയും ഉണ്ടാവും. മാവൊക്കെ നമ്മളവിടെ മൂടി വെച്ചിട്ടുണ്ട് കുറച്ച് സമയം. അപ്പോഴത്തേക്കില്ലേ പച്ചക്കറി ഉണ്ടാക്കാം. ഇത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ. ഞാൻ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്ത്, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്ത്, ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത്, ഒക്കെ ചെറുതായി കട്ട് ചെയ്യണം കേട്ടോ. ഇത് ചിക്കൻ നമുക്ക് ഒരു 250 ഗ്രാം ചിക്കനോ 300 ഗ്രാമൊക്കെ എന്തായാലും ഉണ്ടാവും. അത് ഫ്രൈ ചെയ്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഫ്രൈ ചെയ്തുകൊണ്ട് ഞാൻ പിച്ചി എടുത്തതാണ് കേട്ടോ. നമുക്ക് പിച്ചി ഇടുകയാണ് ടേസ്റ്റ് മിക്സിയിൽ അടിക്കുന്നതിലേറെ. ഇത് കക്കരിക്കയുടെ ഒരു ചെറിയ കഷ്ണം, വലിയൊരു കക്കരിക്കയുടെ ചെറിയൊരു 1/4 ഭാഗം എടുത്ത് ഇതും ചെറുതായി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലൊന്നും ഉണ്ടാക്കുന്ന പോലത്തെ മെഷീനുകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നല്ല അടിപൊളി ഷവർമ്മ ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മൾ. നല്ല രുചി തന്നെയുണ്ട്. മയനീസൊക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഉരുളങ്കിഴങ്ങൊക്കെ പുഴുങ്ങി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേരുവകളാണ്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ ഉള്ളിയും കൂടി ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു വലിയ ഉള്ളിയും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ചുട്ടെടുക്കാൻ പോവുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് കിട്ടും, മുട്ടയൊക്കെ ഒഴിച്ചത് കൊണ്ട് കേട്ടോ. നമ്മൾ ഒരു കയ്യിൽ, ഞങ്ങളിവിടെ കയ്യിൽ എന്നൊക്കെയാണ് പറയുക, നിങ്ങളിവിടെ തവി എന്നാണെങ്കിൽ അത് ഒരു കയ്യിൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ചിറ്റി കൊടുക്കുക. പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക. നമുക്ക് വലിയ പാനുണ്ടെങ്കിൽ വലിയ ദോശയായി ചുട്ടാൽ വലിയ ഷവർമ്മ ഉണ്ടാക്കാം കേട്ടോ. എൻ്റെ പാനിപ്പോൾ ചെറുതാണ്, അപ്പോൾ ഞാനൊരു മീഡിയം സൈസാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ തന്നെ നമുക്ക് വയറ് നിറയാനുണ്ടാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ ക്യാബേജ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. എനിക്ക് വേവിക്കാതെ ഇടുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ക്യാബേജ് ഒരുപാട് വിഷം അടിക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഒരു കയ്യിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചിറ്റി കൊടുക്കണം. മാവ് ചിറ്റി കൊടുത്തിട്ട് വട്ടത്തിൽ ചിറ്റി കൊടുത്താൽ നമ്മൾ ഓരോ കയ്യിലിങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കട്ടോ. പെട്ടെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് മാവ് ആയി കഴിഞ്ഞ് ഇങ്ങനെ മേൽഭാഗം ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് ഒരു 60-30 സെക്കൻഡ് ഒക്കെ ഒന്നങ്ങനെ കടന്നിട്ട് നമ്മൾ വാങ്ങിയിടുക. കരിയോളം വെക്കരുതേ, ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ആയാൽ മതി. ഇതിൻ്റെ മേൽഭാഗം ഇങ്ങനെ കണ്ടോ, ഇത് ഇപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയി വരും. മേൽഭാഗമൊക്കെ ഒന്ന് അടിഭാഗം വേവാകുമ്പോൾ മേൽഭാഗം ഡ്രൈ ആയി വരും. അപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതേപോലെ ഒരു 10-15 സെക്കൻഡ് വെച്ചാൽ മതി. അപ്പോൾ തന്നെ അത് വേവായിക്കോട്ടെ കേട്ടോ. നല്ല രുചികരമായ ഷവർമ്മേനെ ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുകൊണ്ടേ നിങ്ങളുടെ മക്കൾക്ക് ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിൽ ഷവർമ്മ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും.
നിങ്ങൾക്ക് എത്ര ഷവർമ വേണമെങ്കിൽ അത്ര ദോശ ചുടണം കേട്ടോ. ഒരു ദോശ കൊണ്ട് ഒരു ഷവർമയാണ് ഉണ്ടാക്കാൻ പറ്റുക. ഇത് നമ്മൾ റൊട്ടിയിലും പിന്നെ ചപ്പാത്തിയിലൊക്കെ ആയിട്ടാണ് നമുക്ക് കടയിൽ നിന്ന് കിട്ടല്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ദോശ ചുട്ടാൽ നല്ല രസമുണ്ട്. നമുക്ക് എണ്ണയൊന്നും ഒട്ടും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഷവർമയൊക്കെ ഉണ്ടാക്കാനായുള്ള പച്ചക്കറികളും ചിക്കനും വലിയ ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കി നോക്കുകയാണ്. ഇത് പിന്നെ ഒരു പാത്രം, കുറച്ച് വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് മയണൈസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചേരുവ ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ട് ഇടാം. അപ്പോൾ പിന്നെ ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞ് വെച്ച ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ്. അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച എല്ലാ പച്ചക്കറിയും ചിക്കനും വെച്ചിട്ടുള്ള ഷവർമയാണ് കേട്ടോ. നല്ല രുചി തന്നെയുണ്ട്. നമുക്ക് ദഹിക്കാത്ത കുഴപ്പമൊന്നും വരില്ല. ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മയനൈസും സോസും ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി. നമ്മൾ ചിക്കനിലൊക്കെ ഉണ്ട്, പിന്നെ മസാലകൾക്കൊക്കെ ഉള്ള ഉപ്പാണ്. മൂന്ന് ടേബിൾ സ്പൂണാണ് ഞാൻ മയനൈസ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇളക്കിയിട്ട് കുറവാ തോന്നിയാൽ ഞാൻ വീണ്ടും ഒഴിച്ച് കൊടുക്കും. കൂടുതൽ മയനൈസ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം. ഞങ്ങൾക്ക് ഒരു അത്യാവശ്യം പാകത്തിനൊക്കെ താല്പര്യമുള്ളൂ കേട്ടോ. അതുപോലെ തക്കാളി സോസ്, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂണ് അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇത് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കും. ഇത് ഇളക്കിയിട്ട് നമുക്ക് കുറവാ തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ഒഴിച്ച് കൊടുക്കും. ഒന്നിച്ചങ്ങോട്ട് അതേ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് അധികമായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും, വളരെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ആവശ്യത്തിന് കുഴച്ച് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും ഈ മയനൈസും കുരുമുളകും ഉപ്പും ചേർത്തിക്കണം. നല്ല എരിവ്, നമുക്ക് ഷവർമയൊന്നും അധികം എരിവ് ഉണ്ടാവില്ല. അപ്പോൾ അതിനുകൊണ്ട് ഞാൻ വളരെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിന് എനിക്ക് ഇളക്കിയപ്പോൾ കുറവാ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഓരോ ടേബിൾ സ്പൂണും കൂടി മയനൈസും അതുപോലെ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചിലർക്ക് നല്ലതുപോലെ മയനൈസ് വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. ഇത് ഞാൻ ഉരുളൻകിഴങ്ങും പിന്നെ ഓയിലും അതുപോലെ ഉപ്പും ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയൊക്കെ ഞാൻ സ്വന്തമായിട്ട് അടിച്ചെടുത്ത മുട്ട ഒഴിക്കാത്ത മയനൈസാണ് കേട്ടോ. മുട്ടയൊക്കെ നമുക്കിപ്പോൾ പേടിയല്ലേ, എല്ലാവരും ഇങ്ങനെ മയനൈസ് ഉണ്ടാക്കിയിട്ട് ഓരോ അപകടങ്ങൾ കേൾക്കുന്നതല്ലേ. അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും ഒരു ടേബിൾ സ്പൂണ് മയനൈസും സോസും കൂടി വെച്ചെടുത്തു. ഇത് കറക്റ്റ് അളവായിരുന്നു കേട്ടോ. ഒരു പാകത്തെ മയനൈസും അതേപോലെ സോസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത്ര മതി. ഇതന്നെ അത്യാവശ്യം ഗ്രേവി ആയിട്ടിൽ കിടക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഈ കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ എത്ര ഒഴിച്ചാലും മതിയാവില്ല. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരുപാട് അങ്ങോട്ടായാലും നമ്മളെ ഷവർമ നമുക്ക് ചുട്ടെടുക്കുമ്പോൾ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ ഒരു പാകത്തിനൊക്കെ ആവുകയാണ് എപ്പോഴും അതിൻ്റെ രുചി. മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ആദ്യമേ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താലും മതി, ഞാൻ പിന്നീട് ഇട്ട് കൊടുക്കാതെ മല്ലിച്ചപ്പ് കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ഇങ്ങനെ ഈ ദോശയുടെ ഒരു ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കത്തി വെച്ചിട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ കത്രിക കൊണ്ട് കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗം മാത്രം മതി കേട്ടോ. ഇനി നമ്മൾ മസാല ഇട്ടിട്ട് നമ്മളതിന് മുമ്പ് കുറച്ച് മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം നോർമൽ വാട്ടർ തന്നെ ഒഴിച്ചങ്ങാണ്ട് ഒന്ന് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാനൊക്കെ ഉണ്ടാക്കുമല്ലോ, അത് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അത് നമ്മളൊരു പാത്രത്തിൽ വളരെ കുറച്ച് ഒരു ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ല കട്ടിയിൽ കുറുക്കി നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കണം. അത് ഇതിനൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ നല്ലതുപോലെ മസാല ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ദോശ വലുപ്പമില്ലെങ്കിൽ അത് ഒട്ടി പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്നാലും അത്യാവശ്യം ഇട്ടിട്ട് ഈ ഒരു ഷവർമ ഒരാൾക്ക് കഴിച്ചാൽ തന്നെ വയറ് നിറച്ചുണ്ടാവും കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഷവർമയാണ്. ഇനി വലിയ ദോശയാണെങ്കിൽ ഇതിലേറെ വലുതായിരിക്കും. നമ്മളെല്ലാവരും ഒരു ഷവർമയൊക്കെ തന്നെയുള്ളല്ലോ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുക. അപ്പോൾ തന്നെ നമുക്ക് വയറ് നിറയാൻ മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ മാവ് എടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ കട്ട് ചെയ്ത ഭാഗത്തും അതുപോലെ ചുറ്റുഭാഗത്തും ഈ മൈദ മാവ് തേച്ച് പിടിപ്പിക്കണം. ജസ്റ്റ് ഒന്ന് വിരൽ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തെങ്ങാണ്ട് പോയാൽ മതി. എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കാനാണ്. അവിടെ ഒട്ടിപ്പിടിച്ചിട്ടില്ലേ ഇത് കുഴപ്പമൊന്നുമില്ല. ഇതിലെ മസാല ഒന്നും ചാടി പോരൊന്നുമില്ല.
എന്നാലും നമ്മൾ ഒന്ന് ചിലയിടത്തൊക്കെ ഉള്ള ഒട്ടിപ്പിടിക്കുക, എല്ലാ ഭാഗമൊന്നും ചിലപ്പോൾ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇങ്ങനെ പ്രസ് ചെയ്ത് കണ്ട് എല്ലാ ഭാഗത്തും തേച്ച് പിടിക്കുക. ഇനി നമ്മളിത് മടക്കി കൊടുക്കാൻ പോവുകയാണ്. ഇനി നമ്മളിങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ത്രികോണാകൃതിയിലാണ് മടക്കി കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മടക്കി കൊടുക്കുക. റൗണ്ടിൽ ഷേപ്പിൽ, റോൾ ഷേപ്പിൽ, ഏത് രീതിയിലും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് നല്ല എളുപ്പ വഴിയാണ്. എന്നാൽ അത്യാവശ്യം നല്ല മസാലയും ഉണ്ടാവും. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക, നമുക്ക് ചട്ടിയിലിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനൊക്കെ പറ്റൂട്ടോ. നമ്മളെ വീട്ടിൽ ഓവനൊന്നുമില്ല, ഓവനില്ലവർക്കൊക്കെ ഓവനിൽ വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഓവനൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധാ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഷവർമ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. എന്നാൽ നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം കഴിക്കാൻ നല്ല ടേസ്റ്റുമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും ഇങ്ങനെ സെറ്റ് ചെയ്ത് നല്ല ഒരു ത്രികോണാകൃതിയിൽ നമുക്ക് ഈ ഷവർമ കിട്ടും. കാണാനും ഭംഗിയുണ്ട്, അത്യാവശ്യം ഇതിൽ നല്ലതുപോലെ പിന്നെ മസാലയുണ്ട് കേട്ടോ. ഇനി നമ്മളിതിങ്ങനെ എല്ലാതും നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. അടുത്തത് നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാതും ഇങ്ങനെ റോളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. റോളല്ല, ഇങ്ങനെ ത്രികോണാകൃതിയിൽ അത്യാവശ്യം മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. അതുപോലെ മസാല ഇട്ട് കൊടുക്കുക, മാവെടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാതും നമ്മൾ റോൾ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഷവർമ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഷവർമ വേവിച്ചെടുക്കാനും പറ്റും. നമ്മുടെ മക്കൾക്ക് ഓരോരുത്തർക്കായിട്ട് ഓരോന്ന് കഴിച്ചാൽ അത് തന്നെ വയറ് നിറയാൻ മാത്രം ഉണ്ടാവും. ഇത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി കാണിക്കുക. ഈ കത്രിക കൊണ്ട് ഒരു ഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ കുറേ നിറച്ച് പൊന്തി അങ്ങ് മസാല ഇട്ട് കൊടുക്കിയിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്കത് പിന്നെ ത്രികോണാകൃതിയിൽ മടക്കുമ്പോൾ ബുദ്ധിമുട്ടായി വരും. അതുപോലെ ഈ ഇതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്തേക്കൊന്നും വെച്ച് കൊടുക്കരുത്. കട്ട് ചെയ്ത ഭാഗത്തേക്ക് വെച്ച് കൊടുത്താൽ അതിൻ്റെ അവിടെ പിന്നെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അതിലേക്ക് പുറത്തോട്ട് പോരും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനാണ് ഇത്രയും മസാല മാത്രം നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കണ്ട് ലെവലാക്കി കൊടുത്തിട്ട് വേണം നമ്മളൊന്ന് വെച്ച് കൊടുക്കാൻ. ഒന്നായിട്ട് അങ്ങനെ ഉണ്ടച്ച് കണ്ട് നിൽക്കാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമ്മുടെ മാവ് ശരിക്കും നിൽക്കില്ല. ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്. നമ്മളിത് ഇങ്ങനെ ഈ മൈദമാവ് തേച്ച് കൊടുക്കുക. മൈദമാവ് തേച്ച് കരുതി നമ്മൾ അധികം പിടിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഇത് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രസ് ചെയ്ത മാതിരി അങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ അതവിടെ പിടിച്ച് നിന്നോളും. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലിത് ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പ്രാവശ്യം കൂടി ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. ഞാൻ ആകെ 5 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. 5 എണ്ണത്തിനാണ് നമ്മൾ ഈ 250 ഗ്രാമിൻ്റെ മൈദ മാവ് എടുത്തത് കേട്ടോ. ഈ ദോശ നമുക്ക് പൊട്ടുന്ന പേടിയൊന്നും പേടിക്കണ്ട. ഇനി പിന്നെ നനവുണ്ടായോ, ക്രീമിൻ്റെ നനവ് വന്നാലും ഒന്നും പൊട്ടിക്കീറൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് ദോശയാണ് എളുപ്പമാണെന്ന് പറഞ്ഞാൽ. നമുക്ക് റൊട്ടി ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കേണ്ടി വരും. ചപ്പാത്തിയൊക്കെ ആകുമ്പോൾ മറ്റേ ഈ മയനീസൊക്കെ ആകുമ്പോഴത്തേനും അതങ്ങോട്ട് പൊതിരും. അപ്പോൾ അങ്ങനെ ഇതിന് ആ പേടിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് എണ്ണയ്ക്ക് നമ്മളൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണൊക്കെ എണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ പറ്റും. നിർബന്ധമില്ല. എണ്ണ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും കൂടി പിന്നെ ശരിക്കും അത് വേവായിക്കൊള്ളും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്നാക്കി വെച്ചിട്ട് ഒരു പാനിൽ തന്നെ 2 3 ഒക്കെ അത് ഒരു ഭാഗം ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ഫുൾ ഫ്ലെയിമിലിടരുത്, അപ്പോൾ കരിഞ്ഞ് പോകും. ഒരു മീഡിയം ഫ്ലെയിമിലിടണം. സിമ്മിലിട്ടാൽ കുറേ സമയമാവും ചെയ്യും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് നമ്മളത് വേവിച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത് ഞാൻ വേവാക്കിയെടുത്തു. ഇനി രണ്ടാമത്തും കൂടി വേവിച്ചെടുക്കാൻ പോവാണ്. നമ്മുടെ പാൻ എത്രത്തോളം വലുപ്പം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ. ഒരേ ടൈമിൽ തന്നെ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. എന്നിട്ട് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കുറച്ച് സമയം നമ്മളവിടെ ഒരു ആവിയിൽ വേവിച്ചെടുത്താൽ മതി. എന്നാൽ തന്നെ നമ്മുടെ ആ പച്ചക്കറിക്കൊന്നും അധികം വേവുണ്ടാവില്ല. പിന്നെ തക്കാളി, കക്കരി, പിന്നെ ചിക്കൻ നമ്മൾ വേവിച്ചെടുത്താണ്. അപ്പോൾ നമുക്ക് പച്ചയിൽ കഴിക്കാൻ പറ്റാത്ത ഒരു പച്ചക്കറി അതിലില്ല കേട്ടോ.
ഒക്കെ നമ്മൾ പച്ച കഴിക്കുന്നത് തന്നെയാണ്. പിന്നെ വലിയ ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഷവർമ്മ റെഡിയാക്കാം. നമുക്ക് റെസ്റ്റോറൻറ്റിലൊന്നും ഇല്ല പോലെയുള്ള അടുപ്പുകളും മെഷീനുകളൊന്നും നമ്മുടെ വീട്ടിലില്ല. നമുക്ക് ഗ്യാസ് അടുപ്പുള്ളൂ. പിന്നെ ഓവനില്ലവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ അടുപ്പിലിട്ട് നമ്മൾ പാന് വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ല രുചികരമായ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ രുചിയിൽ തന്നെ ഷവർമ്മ നമുക്ക് കഴിക്കാം. മനസ്സും വയറും ഒക്കെ നിറയും. നല്ല കുട്ടികൾക്ക് എപ്പോഴും നമ്മുടെ മക്കളോട് ഏതിലേലും പോയാൽ എനിക്കൊരു പേരക്കുട്ടിയുണ്ട്, അത് 4 വയസ്സായിട്ടുള്ളൂ. അവൾക്ക് എന്തെങ്കിലും റെസ്റ്റോറൻറ്റിൽ കണ്ട അവൾ പറയും ഷവർമ്മ എന്ന്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ നല്ല പിന്നെ ഫ്രഷ് ആയത് നല്ല ഒരു കുഴപ്പമില്ലാത്ത നല്ല ഫുഡ് നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ ഫ്രഷായ ഷവർമ്മയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി അത് കഴിച്ച് വയറുവേദനയായി പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ വീട്ടിൽ ഫ്രഷായത് കഴിക്കുമ്പോൾ നമുക്കൊരു വയറുവേദനയും ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഷവർമ്മയെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റോടെയും നല്ല വൃത്തിയോടെയും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒരു ലൈക്കിൻ്റെ ചിഹ്നത്തിലെങ്കിലും ഒരു കമൻ്റ് ഇടുകയും ചെയ്യണേ. ഇതുപോലെ നിങ്ങളുടെ മക്കൾക്കും നല്ല ഫ്രഷായ ഷവർമ്മ ഉണ്ടാക്കി കൊടുക്കും. നമുക്ക് ഒരു ഷവർമ്മ കഴിച്ചാൽ തന്നെ വയറ് നിറയും. ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഇത് കണ്ട് നല്ല സോഫ്റ്റായി നമുക്ക് നല്ല ഇതിങ്ങനെ പിച്ചെടുത്ത് കഴിച്ചാൽ നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നല്ല രുചികരമായ ഷവർമ്മ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇനി നല്ല വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.